കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനത്തിന്റെ ഒരു ഭാഗം എന്താന്ന് വെച്ചാൽ, ആ വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ ആ വീട്ടിൽ, ആ വീട് ഐശ്വര്യത്തിന്റെ വീടാണ്. നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എനിക്കറിയില്ല. എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ഉപ്പയും ഉമ്മയും പ്രായമുള്ളവരാണോ, അവരവിടെ ഉണ്ടോ, ആ വീടിന്റെ ഏറ്റവും വലിയ ബർക്കത്ത് ആ പ്രായമുള്ള ഉപ്പയും ഉമ്മയുമാണ്. അതെന്താ പറയാൻ കാരണം അറിയാമോ? എന്റെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ആരാന്ന് വെച്ചാൽ ഉപ്പയും ഉമ്മയാണ്. കാരണം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപ്പയും ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, റസൂൽ ശാപപ്രാർത്ഥന നടത്താറില്ല, സാധാരണ നടത്താറില്ല. ഒരിക്കൽ മിമ്പർമേലെ ഇങ്ങനെ കയറാൻ പോകുമ്പോൾ റസൂൽ പറഞ്ഞു, റഹിമ അൻഫ്, തൊലയട്ടെ. ആര് തൊലയട്ടെ എന്ന് റസൂലിനോട് ചോദിച്ച റസൂൽ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ ഫലം യദ്ഖുൽ ജന്ന. വയസ്സായ വാപ്പാനെയും ഉമ്മാനെയും കയ്യിൽ കിട്ടിയിട്ട് സ്വർഗത്ത് പോകാത്തവൻ തൊലയട്ടെ. അപ്പൊ നിങ്ങളുടെയും എന്റെയും കുടുംബത്തിലെ സ്വർഗം ഏതാന്ന് ചോദിച്ചാൽ പ്രായമുള്ള ഉപ്പയും പ്രായമുള്ള ഉമ്മയുമാണ്. അത് പ്രായമല്ലെങ്കിലും ഉണ്ട് കേട്ടോ. പ്രായമുള്ളവരെ ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരിഗണന ഖുർആൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് ഒരാൾ എന്നെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോലി വിദേശത്തായിരുന്നു, സാമാന്യം തെറ്റില്ലാത്ത ശമ്പളവും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോ ഞാൻ തൽക്കാലം നിർത്തിപ്പോന്നിരിക്കുകയാണ്. അപ്പൊ എന്തേ നിർത്തിപ്പോരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിർത്തിപ്പോരാനുള്ള കാരണം ഇതാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഉമ്മനെ കാണിച്ചു തന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്മാർ ഇതുവരെ ഉമ്മനെ നോക്കുകയാണ്, ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യം സമ്പാദിക്കാൻ കഴിയാതെ പോയി. അതിന്റെ പുണ്യമൊക്കെ ജ്യേഷ്ഠനാണ് വാങ്ങുന്നത്, ജ്യേഷ്ഠന്മാർ വാങ്ങുക, ഒരു മാറി മാറി കൊണ്ടുപോവുക. ഞാനിപ്പോ തീരുമാനിച്ചു, അത്യാവശ്യം ജീവിക്കാനുള്ള പണം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് എന്റെ മാതാവിനെ, ഈ പ്രായമുള്ള ഈ കിടക്കയിൽ കിടക്കുന്ന മാതാവിനെ പരിചരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞതറിയോ, എന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ പ്രായമുള്ള ഉപ്പയും ഉമ്മയുമാണ്, രോഗിയായി കിടക്കുന്ന ഉപ്പയും ഉമ്മയാണ്. അതെന്താ അങ്ങനെ പറയുന്നത് അറിയോ? ഗൗരവത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പല ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവരുടെ വിവാഹ ജീവിതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇണ പറയുന്ന അരയാ കാര്യങ്ങളും കേൾക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ അങ്ങനെ കേട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ തന്നെ 1-2 മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. എന്താ വിഷയം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവരുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നാ. എന്നിട്ട് വേറെ മാറി താമസിക്കാനുള്ള ചർച്ച നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. ആ പെൺകുട്ടിക്ക് വേണേ മാറി താമസിക്കാം, വന്ന കുട്ടിക്ക്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മാറി താമസിക്കാൻ കഴിയുക? ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി, സമാധാനം എന്ന് പറഞ്ഞാൽ എന്റെ നിങ്ങളെയും വീട്ടിലെ പ്രായമുള്ള, അത് ആ വീട്ടിലും കുടുംബത്തിലും എന്തുണ്ടാകും? ആശ്വാസവും സമാധാനം ഉണ്ടാവും. ഇതൊക്കെ വീട് ചുറ്റിപ്പറ്റി മാത്രമാണ് ഞാൻ ആദ്യം ഭാഗങ്ങൾ പറയുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വീടിന്റെ നിർമ്മാണ സമയത്ത് തന്നെ ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മത, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ സമാധാനത്തിൽ രാത്രി കടന്നുറങ്ങി നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയും. രണ്ടാമത്തത്, എന്റെ പ്രായമുള്ള ഉപ്പയെയും ഉമ്മയും നമ്മൾ നോക്കണം. ഇപ്പൊ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കല്ലോ, അയാൾ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, നിങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. ആ തട്ടിക്കളിക്കലില്ലാതെ ഞാനും ഏറ്റെടുക്കുക, എന്റെ അനിയനാണെങ്കിൽ അവനും ഏറ്റെടുക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ജീവന് തുല്യം നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന ബർക്കത്ത് ഉണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 2 കാര്യം. മൂന്നാമത്തത്, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ ഒരാശ്വാസത്തിന്റെ ഭാഗം എന്താന്ന് വെച്ചാൽ, അത് ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വീടാണോ, ആ വീട്ടിൽ വല്ലാത്ത ഐശ്വര്യവും സമാധാനവും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഖുർആൻ പഠിക്കാം? നമ്മുടെ ഇണകൾ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യൂലേ, നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും. എനിക്ക് പറയുന്നത്, മക്കളെ നമുക്ക് ആദ്യഘട്ടത്തിൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ഇണകളുമായിട്ട് നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന്റെ ചില ആശയങ്ങൾ സംസാരിക്കാൻ കഴിയണം. ഇപ്പൊ ഇവിടെ ഒരു SIS തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോഴ്സിൽ നിങ്ങൾ അണിനിരക്കണം. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെയും നിങ്ങളുടെ ഇണകളെയും നാട്ടിൽ അവർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയോട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഞാനത് പറയാനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ ഈ കോഴ്സ് തുടങ്ങി വേറൊരു ജില്ലയിലേക്കും ഈ കോഴ്സ് വരാത്തതിന് മുമ്പ്
ഞങ്ങൾ നന്മണ്ടയിൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു കോഴ്സാണ് ഈ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ്. ഞാനത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ അതിന്റെ ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു. 4 സെമസ്റ്ററുകളിലായിട്ട് നടത്തിയിരിക്കുന്ന ആ പ്രോഗ്രാം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്തോഷം, സമാധാനം വലുതാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ ഇണയും അതിലുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊരു വീട്ടിലൊരു വല്ലാത്ത ആശ്വാസമാണ്. ഞാൻ പറയാ, അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ആശ്വാസം. അതോടൊപ്പം തന്നെ സുബൈ നമസ്കാര ശേഷമോ മഗ്രിബ് നമസ്കാര ശേഷമോ ഒരു 4 ആയത്ത് ഓതുന്ന വീടായിട്ട് നമ്മുടെ വീട് മാറിയാൽ വിജയിച്ചു. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് ഓടിപ്പോകും. അതിന്റെ അർത്ഥം എന്താ? സുബഹി നമസ്കാര ശേഷമോ മഗ്രിബ് നമസ്കാര ശേഷമോ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വെച്ച് നമ്മൾ ഖുർആനിന്റെ ഒരായത്ത് വായിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ആശയം. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? വീട് എന്തായിട്ട് മാറി? മസ്കനായിട്ട് മാറി, സമാധാനമായിട്ട് മാറി, പിശാചിന്റെ സാന്നിധ്യം ഇല്ലാതെ പോയി. ഇപ്പൊ വെളിച്ചം എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? വെളിച്ചം എഴുതുമ്പം ആ വീട്ടിലൊരു ചർച്ച നടക്കുന്നുണ്ട് അല്ലേ? അത് എഴുതുന്ന ആരെങ്കിലും ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കും. അപ്പൊ നമുക്കറിയാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഖുർആൻ ഒന്ന് എടുത്തു നോക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ചർച്ച എന്റെയും നിങ്ങളുടെ വീട്ടിലെ ഇസ്ലാമികമായിരിക്കുന്ന ആ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ലൈവായിട്ട് ആസ്വദിക്കുന്ന ആളുകൾ ഒരു പക്ഷേ എന്റെ സദസ്സിലുണ്ടാവും. ആളുകൾക്കറിയാം ആ ചർച്ച നമ്മുടെ വീട്ടിലെ ഒരു വല്ലാത്ത ആശ്വാസം. അപ്പൊ എന്താ റസൂൽ പറഞ്ഞില്ലേ, പിശാചിന് പിന്നെ അവിടെ വലിയ സ്ഥാനമല്ല. അപ്പൊ എന്തുണ്ടാകും? നമ്മുടെ വീട്ടിൽ ഒരു റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാവും. കാരണം ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നല്ലേ. അപ്പൊ എന്റെയും നിങ്ങളുടെ വീട്ടിൽ ആ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും നമ്മുടെ വീടുമായി ചുറ്റിപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. നേരത്തെ എഴുന്നേൽക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ എന്താ? നബി വല്ലാതെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഈ ഉമ്മത്തിന് കിട്ടണം. ഏത് ഉമ്മത്തിനാ കിട്ടുക അറിയോ? എല്ലാവർക്കും കിട്ടൂല. എന്താ പ്രാർത്ഥന അറിയാമോ? അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുക്കൂരിഹ. പടച്ചോനെ, നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നീ ബർക്കത്ത് കൊടുക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4:50 സുബഹി നമസ്കാരമാണെങ്കിൽ, സുബഹി ബാങ്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാനൊരു 4:15 ഒരു അലാറം ഞാൻ സെറ്റാക്കി വെക്കണം എന്നർത്ഥം. 4:15 ഞാൻ അലാറം സെറ്റാക്കി വെച്ചാലുള്ള ഗുണം എന്താ? 4:15 അലാറം സെറ്റാക്കി ഞാൻ എഴുന്നേറ്റ് എന്റെ പ്രാർത്ഥനാ കർമ്മം നിർവഹിച്ച് എന്റെ സുജൂദുകളെ ഞാൻ ധന്യമാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് കൂടി തരാം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അതിന്റെ ബർക്കത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബർക്കത്ത് കാണാൻ കഴിയും. അതെന്താ? അത് അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഓഫറാ. ഏതാണ്ട് 1/3 സമയത്ത്, അവസാന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് സാന്നിധ്യമായിട്ട് ഇറങ്ങിയിട്ട് നമ്മോട് പറയുന്ന ഒരു സംസാരമുണ്ട്. എന്താ സംസാരം എന്നറിയാമോ? നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നൽകാം. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാം. ഏതാ സമയം? ഏതാന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ ഉറങ്ങുന്ന സമയം. പ്രത്യേകിച്ച് ഇപ്പോൾ ലോകകപ്പിന്റെ ഫുട്ബോൾ നടക്കല്ലേ അല്ലേ? എൻ്റെ പള്ളിയിലൊക്കെ 1.5 സഫ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്രയോ ആളുകൾ കുറഞ്ഞു. ഒരു പക്ഷേ ഇവിടുത്തെ യൂത്ത് വരാൻ തന്നെ ഒരു കാരണക്കുറവായിട്ട് ചിലപ്പോൾ, ഞാൻ വിശ്വസിക്കുന്നില്ല, ചിലപ്പോൾ അതൊരു കാരണമായിട്ടുണ്ടാകും. അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ആ പ്രതിസന്ധി നമുക്ക് പരിഹരിച്ചു പോകണമെങ്കിൽ ഞാൻ അവിടെ നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് കുറച്ചു നേരം ഞാൻ അള്ളാഹുവോട് സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബ ജീവിതത്തിൽ വല്ലാത്ത ഒരാശ്വാസവും സമാധാനവും ഉണ്ടാവും. വീട്ടിലുള്ള സമയത്ത് ജമാഅത്ത് നമസ്കാരവും എന്ന് പറഞ്ഞാൽ എന്താ? ആണുങ്ങളല്ല, പെണ്ണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ജമാഅത്ത് നമസ്കാരം കൂടി നടക്കുകയാണെങ്കിൽ വലിയ ഒരു ഐശ്വര്യമുള്ള ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുടുംബജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോന്ന് ചിലർക്കൊരാലോചന ഉണ്ടാവും. എല്ലാ കാര്യവും നടക്കുമെന്ന്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു ചെറിയ ശ്രദ്ധ നമ്മൾ വെച്ച് പുലർത്തിയാലുള്ള ഒരു ഗുണം പറയട്ടെ. എന്താണ്? ഒരു സന്തോഷം പറയാൻ വേണ്ടി പറയാണ്. റബ്ബ് അതിലേക്കുള്ള ഒരു വഴി നമുക്കായിട്ട് എത്തിച്ചേരും. ഞാൻ രാത്രി കിടക്കുമ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കൂന്ന് നിയ്യത്താക്കി കിടക്കുമ്പോൾ അള്ള പറയാണ്, ഈ അടിമക്ക് എഴുന്നേൽക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയോ?
ചില ദിവസം നമ്മൾ ഉറങ്ങിപ്പോവെങ്കിലും അങ്ങ് എഴുന്നേറ്റ് പോകും. ഒരു 3 റക്അത്ത് ചെയ്താൽ മതി ആദ്യഘട്ടത്തിൽ. നബിയുടെ ഒരു ഹദീസ് ഉണ്ട്, അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹ് അദ്വമുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ പതിവായി ചെയ്യലാണ്. വഇൻ ഖല്ല, അത് കുറച്ച് കുറഞ്ഞു ആയാലും കുഴപ്പമില്ല. നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഹദീസാ. കുറച്ച് കുറഞ്ഞു ആയാലും കുഴപ്പമില്ല. ചില ആൾക്കാർ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അത് കഴിയുന്നവരത് ചെയ്തോട്ടെ. 3 റക്അത്താണ് നമസ്കരിക്കാൻ നമുക്ക് കഴിയെങ്കിൽ ആ നമസ്കാരം ഞാൻ നിർവഹിക്കുമ്പോൾ റബ്ബിന്റെ ഒരു പ്രത്യേകമായ തൗഫീക്ക് എനിക്കും നിങ്ങൾക്ക് കിട്ടുകയും ഒരാശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ വീട് സമാധാനമാവാനുള്ള പ്രധാനപ്പെട്ട സംഗതി. അല്ലെങ്കിൽ എന്തായി മാറും എന്നറിയോ? ചേളാരിയിലെ കെട്ടിടം പോലെയായി മാറും. ചേളാരിയിലെ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ ചേരുവയാണ് വീടുണ്ടാക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ അവിടെയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അതേ ചേരുവയാണ് നമ്മുടെ വീടിനുണ്ടാക്കിയത്. മണലുണ്ട്, മെറ്റലുണ്ട്, കമ്പിണ്ട്, സിമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കെട്ടിടത്തിന് അറബിയിൽ പറയുന്ന പേര് ബിനാ എന്നാണ്. ബിനാ എന്നേ പറയുള്ളൂ, ഒരിക്കലും അതിന് മസ്കൻ എന്ന് പറയില്ല. പക്ഷെ അതേ ചേരുവ ഉപയോഗിച്ചുണ്ടാക്കിയ വീടിന് എന്താ അറബി പറയാ? മസ്കൻ എന്ന് പറയും. അതിന് അർത്ഥം എന്താ അറിയോ? ബിനാവും മസ്കനും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിനാവ് വെറും ഒരു കെട്ടിടാണ്, മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഗേഹ. എൻ്റെ വീട് സമാധാനത്തിന്റെ ഗേഹമാക്കാൻ ഞാനൊന്ന് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഒരു പരിധി വരെ നമുക്ക് നടപ്പാക്കാൻ കഴിയും. അതിന് വലിയ ഭാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായാൽ അള്ളാഹ് എന്ത് ചെയ്യും? നമുക്കതിലേക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ വിഷയത്തിലെ ഒരു മർമ്മപ്രധാനമായ പോയിന്റായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഒന്ന്, നമ്മുടെ വീട് നിർമ്മാണം മുതൽ തന്നെ ഒരു ശ്രദ്ധ നമ്മൾ വെച്ച് പുലർത്തുക. ആരെങ്കിലും അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ, വീട് ഒന്നുകൂടി പുതുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ തലവേദന ഉണ്ടാകുന്ന രൂപത്തിലേക്ക് പോവാതിരിക്കുകയും റബ്ബിന് തൃപ്തിപ്പെടാത്ത വഴി സ്വീകരിക്കാതൊക്കെയും ചെയ്യുക. എങ്കിൽ തന്നെ കുടുംബത്തിലും ആശ്വാസമായി സമാധാനം നമുക്കുണ്ടാവും. ദുർബലരും പ്രായമുള്ളവരും വീട്ടിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ എന്ന് പറയാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് കിട്ടുന്നതും ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതും എന്നെ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് കാക്കുന്നതൊക്കെ ഒരു പക്ഷേ ആരായിരിക്കും? ഈ ദുർബലരും പ്രായമുള്ള ആൾക്കാരും ആയിരിക്കും. അതിൻ്റെ ഭാരം നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല? തട്ടിക്കളിക്കാൻ പാടില്ല. ഖുർആൻ പഠനം നടക്കുന്ന വീട്, ആരാധനാകർമ്മങ്ങളിൽ സൂക്ഷ്മതയുള്ള വീട്, പരമാവധി നേരത്തെ എഴുന്നേൽക്കുന്ന വീടാക്കി നമ്മുടെ വീടിന് മാറ്റിയാൽ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിൻ്റെ പഠനവും പാരായണവും നടക്കണം. ഒരു കാര്യം വിട്ടുപോയി. ആ കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പറയാൻ എത്രമാത്രം അവകാശമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം നമുക്കതിന് പലപ്പോഴും കിട്ടാറുള്ളൂ. കിട്ടുന്ന അവസരങ്ങളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയുക. നബീൻ്റെ അടുത്ത് വന്നൊരു സ്വഹാബി പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് തീരെ ബർക്കത്ത് കിട്ടുന്നില്ല. അപ്പോൾ റസൂലിനോട് അനുചരന്മാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വേറെ വേറെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. നബി അവരോട് പറഞ്ഞു, കുലൂ ജമീഅൻ, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കി. ഫ ഇന്നൽ ബർക്കത മഅൽ ജമാഅ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ബർക്കത്ത് സംഘത്തിലാണ്. അപ്പം ഞാനും എൻ്റെ ഇണയും മക്കളും കൂടിയുള്ള ഒരു ഭക്ഷണ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കുടുംബത്തിൻ്റെ ഒരു റാഹത്താണ്. ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകും. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ മക്കളോട് ഉറക്ക ചെല്ല് ബിസ്മി എന്ന് പറയാൻ കഴിയും. സംസ്കാരം അവിടെ വെച്ച് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. വലത്തെ കൈകൊണ്ട് കഴിക്കണം, നിലത്തേക്ക് ഒഴിവാക്കരുത്, നിന്റെ ഭാഗത്തു നിന്ന് നീ കഴിക്കണം, അനാവശ്യമായി കഴിക്കരുത് എന്നുള്ള സംസ്കാരം പ്രസംഗത്തിലൂടെ അല്ലാതെ പ്രായോഗിക തലത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് എന്തെന്നറിയാമോ? അവിടെയുള്ള ഒരുമിച്ചിരുന്ന ഭക്ഷണം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെറ്റ് ചെയ്തേക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗോളുണ്ട്. ഒരു ഗോള്, അത് ആയത്ത് വിശദീകരിക്കാൻ നേരല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ആയത്ത് നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ആയത്ത് പരിശോധിക്കണം. എനിക്ക് തോന്നുന്നു SIS-ന്റെ വിശ്വാസം, കുടുംബം, അതേപോലെ തന്നെ ആരാധന, വിശ്വാസം, കർമ്മം, ഒന്ന് കുടുംബം വരുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ഭാഗത്തുമ്പോൾ ഈ ആയത്ത് പരാമർശിക്കപ്പെടുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ ആയത്തും പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സൂറത്തുർ റഅദിലെ 23-ാമത്തെ ആയത്ത്. ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്ന ചർച്ചന്റെ മർമ്മം അതാണ്. ഈ ആയത്താണ് മർമ്മം. ഈ ആയത്ത് നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ട് പരിശോധിക്കുക. ജസ്റ്റ് ഞാൻ അർത്ഥം ഒന്ന് പറയാം. ഈ ഗോള് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഇതെന്താ അറിയാമോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ.
ഇത് പരലോകത്ത് കണ്ണ് നിറയുന്ന വളരെയേറെ സംതൃപ്തി കിട്ടുന്ന ഒരു രംഗമാണ്. പക്ഷെ എത്ര ആളുകൾക്ക്, ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എത്ര ആളുകൾക്ക് ആ സൗഭാഗ്യം കിട്ടുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. എന്താ സംഭവം എന്താ അറിയോ? നാളെ പരലോകത്ത് ചെല്ലുമ്പം ഞാനും എൻ്റെ ഇണയും എൻ്റെ 3 മക്കളും എൻ്റെ ഉപ്പയും ഉമ്മയും കൂടി സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന്. എല്ലാവരും കൂടി സ്വർഗത്തിലേക്ക് പോവുക. അതിന് നമ്മളെന്താ മലയാളത്തിൽ പറയാ? കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോവാന്ന്. ഇത് കണ്ടിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാതിൽക്കൽ വെച്ച് പറയാണ്, സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, ദുനിയാവിൽ വെച്ച് നിങ്ങൾ വല്ലാണ്ട് ക്ഷമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് വരാൻ പറ്റിയത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ക്ഷമയും സ്വർഗവുമായിട്ട് എന്താ ബന്ധമെന്ന്. നല്ലൊരു ബന്ധമുണ്ട്. അത് ഞാൻ പറയണ്ടില്ലല്ലോ.